എഴുതിയ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 45-46 വചനങ്ങൾ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വചനഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ ചിന്ത ഈ വചനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം സങ്കീർത്തനത്തിലെ ചില വചനഭാഗങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ അവിടെ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ആ സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്തി കർത്താവ് ക്രൂശിൽ പറഞ്ഞതായ 4-ാമത്തെ മൊഴിയാണ് നാം ഇന്ന്, ക്രൂശിലെ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് നാം ഇന്ന് ഈ വൈകിയവേളയിൽ പ്രാർത്ഥനയോടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ നിറവേറിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് പറഞ്ഞതായ സകല പ്രവചനങ്ങളും തൻ്റെ 2-ാം വരവിനെ കുറിച്ചുള്ളതൊഴികെയുള്ള സകല പ്രവചനങ്ങളും നിറവേറപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിറവേറേണ്ടതായ സകല പ്രവചനങ്ങളും നിവൃത്തിയാക്കിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് നിന്നും കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്ത് 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ അതിവേദനയിൽ നിന്നുമാണ് താൻ ഈ നിലവിളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തൻ്റെ പീഡാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരുന്നുവോ ആ സകല പ്രവചനങ്ങൾ അതിൻ്റെ അൾട്ടിമേറ്റായി അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നിലവിളിച്ച നിലവിളിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കർത്താവായ യേശുക്രിസ്തു നിലവിളിച്ച് ചോദിക്കുമ്പോൾ ഒരു പ്രവചനം മാത്രമാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. എന്നാൽ 24 മണിക്കൂറിന് ഉള്ളിൽ ഏകദേശം 33-ലധികം പ്രവചനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നിറവേറുകയുണ്ടായി. ലോകത്തിൽ നാം കണ്ടിട്ടുള്ളതിൽ, മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഹീനമായ, ഏറ്റവും ക്രൂരമായ, ഏറ്റവും വേദനാജനകമായ മരണം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്തർക്കം പറയുവാൻ കഴിയുന്ന, ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന വ്യക്തി എത്രേ? കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുപോലെ ഒരു രക്തസാക്ഷികളും മരിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഇന്നോളം ലോക ചരിത്രത്തിൽ അത്രയധികം കഠിനമായ വേദനയിലൂടെ കടന്നുപോയി മരിച്ചിട്ടില്ല. 33-ലധികം പ്രവചനങ്ങൾ അതിക്രൂരമായ രീതിയിൽ തൻ്റെ പുത്രൻ കൈകാര്യം ചെയ്യപ്പെടും, മനുഷ്യരാൽ കൈകാര്യം ചെയ്യപ്പെടും. അവൻ നിഷ്കളങ്കനായിരുന്നാൽ ലോക പാപത്തിന് വേണ്ടി അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അനേകർക്ക് വേണ്ടി തൻ്റെ നിഷ്കളങ്ക രക്തത്തെ ചൊരിയപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എഴുതി വെച്ചതായ സകല പ്രവചനങ്ങളും ആ കർത്താവിൻ്റെയോടുള്ള ബന്ധത്തിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിറവേറിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ദൈവത്തിലും മറ്റു ഒരു പ്രവാചകന്മാരിലും മറ്റു ഒരു മതങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പ്രവചനങ്ങൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ അത് നിറവേറുന്നതുമായ സംഭവ പരമ്പര എന്ന് പറയുന്നത്. ഞാൻ വായിച്ചതായ വേദഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. ഇവിടെ 4-ാമത്തെ ക്രൂശിലെ മൊഴിയാണ് നാം വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഈ ക്രൂശിലെ മൊഴി, 4-ാമത്തെ മൊഴി എന്ന് പറയുന്നത് ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു എബ്രായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കാം എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ വായിക്കുകയുണ്ടായി. ഏത് ഭാഷയിലായിരുന്നു എങ്കിലും താനായിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഏറ്റവും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെ തൻ്റെ ഈ ഐഹിക ജീവിതത്തോടനുബന്ധിച്ച് താൻ അനുഭവിച്ചതായ ദുഃഖങ്ങളിലും കഷ്ടങ്ങളിലും വെച്ച് ഏറ്റവും
കാഠിന്യമേറിയ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിനെ പിതാവേ എന്ന് വിളിച്ച് തന്നെയാണ് സംബോധന ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് ഒരു സാധാരണ മനുഷ്യൻ സംബോധന ചെയ്യുന്നത് പോലെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഇതിനു മുമ്പ് പലതവണ താൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന്. പലതവണ താൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടിട്ടുള്ളവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നീയും നിങ്ങളും ഒന്നായിരിക്കണമെന്ന് പറഞ്ഞാണ് മഹാപുരോഹിത പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി 33.5 വർഷം തൻ്റെ കൂടെ നടന്നവരോ തൻ്റെ കൂടെ ജീവിച്ച 3.5 വർഷം കൂടെ ജീവിച്ചതായ ആ ശിഷ്യന്മാരോ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു പിക്ചറും വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയും വളരെ വ്യത്യസ്തമായ ഒരു നിലവിളിയും ഈ അന്ത്യ മണിക്കൂറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നതായ ചോദ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈവിടപ്പെട്ടതായ ഒരു കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിലവിളിക്കുവാൻ ഇടയായി തീർന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? നമുക്കറിയാം, നേരത്തെ തന്നെ തൻ്റെ കൂടെ നടന്നവനായ യൂദാസ് ഇസ്കരിയോത്ത് അവന് ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയുണ്ടായി. ചില തുച്ഛമായ നാണയങ്ങൾക്ക് 30 നാണയങ്ങൾക്ക് അവനെ വിറ്റതായി ഒറ്റിക്കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, യൂദ എന്നെ കാണിച്ചു കൊടുത്തത് എന്ത് എന്നല്ല കർത്താവ് ചോദിക്കുന്നത്. മറ്റൊരു ശിഷ്യനായ പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നു. പത്രോസ് തന്നെ തള്ളി പറഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ക്രൂശിൽ കിടക്കുമ്പോഴത്തേക്ക് പത്രോസ് എന്തുകൊണ്ട് എന്നെ തള്ളി പറഞ്ഞു എന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം വേദനാജനകമായ അനുഭവങ്ങൾ തന്നെയാണ്. മാനുഷികമായി ചില നിമിഷങ്ങൾ വരുമ്പോൾ, കഷ്ടസമയങ്ങൾ വരുമ്പോൾ മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നത്, മനുഷ്യർ നമ്മെ ചതിക്കുന്നത്, മനുഷ്യർ നമ്മെ ഒറ്റപ്പെടുത്തുന്നത്, ഇതെല്ലാം വേദനാജനകമായ അനുഭവങ്ങൾ തന്നെയാണ്. എങ്കിലും അതിനേക്കാളും ഉപരിയായ, അതിനേക്കാളും കഠിനമായ, വേദനാജനകമായ, സഹിക്കുവാൻ സാധിക്കാത്തതായ ഒരു അനുഭവമാണ് ദൈവത്താൽ തള്ളപ്പെടുന്നത് എന്നാണ് ഒന്നാമതായി നാം ഈ മൊഴിയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ ഈ നിലവിളിയോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യം. നമ്മുടെ സ്വന്തം ജനം നമ്മെ തള്ളിക്കളഞ്ഞേക്കാം, ബന്ധുമിത്രാദികൾ നമ്മെ തള്ളിക്കളഞ്ഞേക്കാം, വിവാഹം ചെയ്തവരോ നമുക്ക് വിവാഹത്തിലൂടെ ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോ ഒക്കെ നമ്മെ തള്ളിക്കളഞ്ഞിട്ട് പോയേക്കാം. ഈ തള്ളിക്കളയലുകൾ എല്ലാം, ഈ തിരസ്കരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒന്നാണ്, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണ്. വിഷമഘട്ടങ്ങളിലൂടെ, വേദനകളിലൂടെ മുറിവേറ്റ ഹൃദയവുമായി നാം കടന്നു പോകേണ്ടി വരും. എങ്കിലും അതിലും കഠിനമായ ഒന്നുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിലവിളി നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്താൽ നാം തള്ളപ്പെട്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം വേദനാജനകമായിരിക്കുമെന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ഈ മൊഴിയിലൂടെ, ക്രൂശിലെ ഈ നിലവിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് ഒന്നാമതായി ഈ മൊഴി വെളിവാക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. C.H. സ്പർജൻ എന്ന പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, യൂദ ഇസ്കരിയോത്ത് എന്ന സ്നേഹിതൻ തള്ളിക്കളഞ്ഞതിനെ ഒറ്റിക്കൊടുത്തതിനേക്കാളും പത്രോസ് എന്ന ഉറ്റ സ്നേഹിതൻ തള്ളിക്കളഞ്ഞതിനേക്കാളും ഏറ്റവും കഠിനമായ വേദന എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം തള്ളിക്കളയുന്നതാണ്. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. രണ്ടാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇത് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കൈമാറ്റം നടന്നതിനെ സൂചിപ്പിക്കുന്നതായ
ശക്തമായ നിലവിളിയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു മനുഷ്യന്റെ പിക്ചറാണ് ഈ നിലവിളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന്. രണ്ടാമതായി ഒരു കൈമാറ്റം നടന്നതിന്റെ ചിത്രീകരണമാണ് ഈ നിലവിളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്ത് കൈമാറ്റമാണ് നടന്നത്? ആ ഭാഗത്ത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പാപം അറിയാത്ത ഒരു വ്യക്തിയുണ്ട്, എന്നാൽ പാപികളായ മറ്റു ഒരു കൂട്ടം ജനമുണ്ട്. പാപമറിയാത്ത ആ വ്യക്തിയെ നാം, ഈ പാപികളായ മനുഷ്യർ നീതിമാന്മാരായി മാറേണ്ടതിന് ദൈവം അവനെ പാപിയാക്കി മാറ്റി എന്ന്. അതേ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നാം അനുഭവിക്കുന്ന സകല കൃപയുടെയും സന്തോഷത്തിന്റെയും കാരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ താൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ രോഗങ്ങൾ, പാപങ്ങൾ, ശാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരേണ്ടിയിരുന്ന പാപത്തിന്റെ പരിണിത ഫലമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടിയിരുന്ന സകല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു. ആ കൈമാറ്റത്തിന്റെ ചിത്രീകരണം, അല്ല എങ്കിൽ നിഷ്കളങ്കനായ ഒരു വ്യക്തി പാപിയായി മാറിയാൽ എപ്രകാരം ഇരിക്കും എന്നുള്ളതിന്റെ ആ വ്യക്തമായ ചിത്രീകരണമാണ് നമുക്ക് ഈ ക്രൂശിലെ നിലവിളിയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിവിശുദ്ധനായ ദൈവം അവൻ സ്നേഹനിമിത്തം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമ്മെ ഓരോരുത്തരെ അവൻ സ്നേഹിക്കുകയുണ്ടായി. എന്നാൽ ആ സ്നേഹനിമിത്തം ഇപ്പോൾ അവനിതാ തകർക്കപ്പെട്ട അവസ്ഥയിൽ, മുറിക്കപ്പെട്ട അവസ്ഥയിൽ, ശാപഗ്രസ്തനായി ദൈവത്താലും പിതാവാലും തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ ആ കൈമാറ്റം നടന്നത് നിമിത്തം അവനെ നോക്കുന്നവനായ പിതാവിന് കാണുവാൻ കഴിയുന്നത് തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ അല്ല, മറിച്ച് പാപത്തെയാണ്. ആ നിഷ്കളങ്കമായ രക്തം, പാപഭംഗിലമായ രക്തമായി നാം നിമിത്തം മാറിയതിലൂടെ ദൈവത്തിന്റെ കരം അവന്റെ മേൽ ശിക്ഷാവിധിയായി വെളിപ്പെടുകയും അത് നിമിത്തം അവൻ നിലവിളിക്കേണ്ടതായി ഇടവരികയും ചെയ്യുകയുണ്ടായി. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പാപത്തിന്റെ ശിക്ഷാവിധിയുടെ അളവ് എത്രമാത്രമാണെന്ന് ഈ നിലവിളി നമ്മെ വ്യക്തമാക്കുന്നു. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒന്നാമതായി നിങ്ങളോട് പറഞ്ഞത് ദൈവം കൈവിട്ട ഒരു മനുഷ്യന്റെ ഒരു ചിത്രീകരണമാണ് ഈ നിലവിളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞത് പാപത്തിന്റെ അളവിന്റെ ഒരു ചിത്രീകരണമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും, ഈ നിലവിളിയിൽ നിന്നും ലഭിക്കുന്നത്. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പാപത്തിന് എത്രമാത്രം ശിക്ഷാവിധി ദൈവം കൊടുക്കും എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രീകരണം നമുക്ക് ഈ ഭാഗത്ത് നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അത് മുഴുവനും വായിച്ചു വരുമ്പോഴത്തേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയൊക്കെ ആയിരിക്കും ക്രൂശിലായിരിക്കുക, തന്റെ പീഡാനുഭവങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, താൻ ഏത് വിധത്തിലുള്ള കഷ്ടതകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് തുടങ്ങി സകല കാര്യങ്ങളും വളരെ വ്യക്തമായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. താൻ രോഗഗ്രസ്തനായി മാറുന്നത്, തന്നെ അടിക്കുന്നത്, തന്നെ നിന്ദിക്കുന്നത്, തന്നെ തുപ്പുന്നത്, പരിഹസിക്കുന്നത്, തന്റെ മുതുകിനെ അവർ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത്, അങ്ങനെ തുടങ്ങി സകല കാര്യങ്ങളും അക്കമിട്ട് നിരത്തി എഴുതിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. ആ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന, ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മിൽ ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിരുന്നു. നാം ഓരോരുത്തരും പാപികളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതായ ശിക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നാം ഓരോരുത്തരും പാപികളായി മരിക്കേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നാം ഓരോരുത്തരും മരിക്കേണ്ടതായിരുന്നു. ഞാൻ മരിക്കേണ്ടതായിരുന്നു, ഞാൻ ചെയ്തതായ പാപനിമിത്തം. നിങ്ങൾ ഓരോരുത്തരും മരിക്കേണ്ടതായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും ചെയ്തതായ പാപനിമിത്തം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ, പാപികൾ ആയി കഴിഞ്ഞാൽ, അനുസരണക്കേടിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നീ മരിക്കണമെന്ന് പിതാവായ ദൈവം പറഞ്ഞതാണ്. എന്നാൽ അന്ന് നാം മരിച്ചില്ല. ഇന്ന് നാം പാപം ചെയ്തിട്ടും ജീവനോടിരിക്കുന്നു എന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം ക്രൂശിൽ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
നമ്മുടെ മേൽ വരേണ്ടുന്നതായ സകല ശിക്ഷാവിധികളും കർത്താവ് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പാപത്തിന്റെ ശിക്ഷാവിധി അത് എത്രമാത്രം കാഠിന്യം നിറഞ്ഞതാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ നിലവിളി എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. പാപത്തിന്റെ കഠിനത ഒരു മനുഷ്യന്റെ മേൽ, പാപിയായ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷാവിധി കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ എപ്രകാരം കഷ്ടത അനുഭവിക്കും, അവൻ എപ്രകാരം നിലവിളിക്കും, അവൻ എത്രമാത്രം ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് അവൻ ശിക്ഷാവിധി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മെ എല്ലാവരെയും നീതീകരിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഫലമായി വരേണ്ടിയിരുന്ന ശാപങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഫലമായി വരേണ്ടിയിരുന്നതായ മരണം അവൻ ഏറ്റുവാങ്ങി പകരം നിത്യജീവൻ, അവന്റെ ക്രൂശ് മരണത്തെ അംഗീകരിക്കുന്ന ഏത് വ്യക്തിക്കും അവൻ നിത്യജീവൻ കൊടുക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ക്രൂശിലെ നിലവിളി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്താൽ തള്ളപ്പെട്ട ഒരു പാപിയുടെ ചിത്രീകരണത്തെ സൂചിപ്പിക്കുന്നതായ നിലവിളി അത്രേ. രണ്ടാമതായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിലവിളി സൂചിപ്പിക്കുന്നത് പാപത്തിന്റെ അതിന്റെ അധികതയെ, പാപത്തിന്റെ സ്വാധീനത്തെ അല്ലെങ്കിൽ പാപത്തിന്റെ അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പാപത്തെ പിതാവായ ദൈവം, വിശുദ്ധനായ ദൈവം എങ്ങനെ ശിക്ഷിക്കുമെന്ന്, പാപത്തിന് എപ്രകാരമുള്ള പണിഷ്മെന്റാണ് കിട്ടുന്നതെന്ന് വളരെ വ്യക്തമായി ഈ നിലവിളിയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന്. എന്നെയും നിങ്ങളെയും തകർത്ത് കളയേണ്ടതായ സ്ഥാനത്ത്, എന്നെയും നിങ്ങളെയും ശിക്ഷിക്കേണ്ടതായ സ്ഥാനത്ത്, എന്നെയും നിങ്ങളെയും നിത്യ നരകാഗ്നിയിൽ അതിലേക്ക് അയക്കേണ്ടതായ സ്ഥാനത്ത്, നിത്യമായ മരണത്തിലേക്ക് നാം കടന്നു പോകേണ്ടതായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ആ മരണത്തിന്റെ കാഠിന്യത്തെ എത്രേ ഈ വേദനയേറിയ നിലവിളിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 22-ാം സങ്കീർത്തനത്തിന്റെ ഒരു എക്കോയാണ് ഈ നിലവിളി എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നതായ സകല പണിഷ്മെന്റുകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയും അതിന്റെ പൂർത്തീകരണമായി എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് നിലവിളിക്കുകയും ചെയ്തു. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ എന്ന് ചൊല്ലി ഈ ക്രൈസ്തവ ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ പ്രിയ ദൈവമക്കളെ? എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നിഷ്കളങ്കനായ ദൈവപുത്രൻ പാപം ഏറ്റുകൊണ്ട് ശാപമായി മാറി കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊലമരത്തിലേക്ക് നടന്നു കയറുവാൻ ഇടയായിത്തീർന്നു. അവൻ അത് സ്നേഹനിമിത്തമല്ല അത്രേ ചെയ്തത്, നിർബന്ധത്താലല്ല ചെയ്തത്. ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതായ ഓരോ നിമിഷത്തിലും തന്റെ ശരീരത്തിൽ പതിക്കുന്നതായ ഓരോ അടിയുടെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ ജീവിതത്തിൽ താൻ നിന്ദിക്കപ്പെടുമ്പോൾ, ൊക്കെ എന്റെയും നിങ്ങളുടെയും മുഖമായിരിക്കും തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. എന്റെയും നിങ്ങളുടെയും ആ കരച്ചിലിന്റെ ശബ്ദമായിരിക്കും തന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരുന്നത്. ഞാനും നിങ്ങളും അനുഭവിക്കുവാൻ പോകുന്ന ആ ശിക്ഷാവിധിയായിരിക്കും തന്റെ അകക്കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത്. അതുകൊണ്ട് അത്രേ കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശ് മരണത്തെ സ്വയം ഭരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരാതെ അതിനെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ മഹൽ സ്നേഹത്തിന് മുമ്പ് നമുക്ക് ഒന്ന് തലകളെ വണക്കാമോ? എന്ത് കഷ്ടം വന്നാല് കർത്താവേ ഞാൻ നിന്നെ വിട്ട് പിരിയുകയില്ല എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? വലിയ കഷ്ടതയിലായിരുന്നപ്പോഴും അതിക്രൂരമായി തകർക്കപ്പെടുമ്പോഴും നമ്മോടുള്ള സ്നേഹം നിമിത്തം നമ്മെ വിട്ടുപിരിയാതെ സ്നേഹിച്ചത് നിമിത്തം, നമ്മെ ആഴമായി സ്നേഹിച്ചത് നിമിത്തം ആ ക്രൂശിനെ താൻ സ്വീകരിച്ചു എങ്കിൽ, സന്തോഷത്തോടെ സഹിച്ചു എങ്കിൽ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതു വിധത്തിലുള്ള കഷ്ടങ്ങൾ വന്നാലും ഈ നിലവിൽ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അങ്ങ് നിലവിളിച്ച ആ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങ് നിലവിളിച്ചതായ ആ നിലവിളിയുടെ ശബ്ദം ഞങ്ങളെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കും. ആ കഷ്ടതയുടെ നടുവിൽ ഒരുപക്ഷെ വിശ്വാസത്തെ വിട്ടു പോകണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതായ സമയങ്ങളിൽ പോലും ആ നിലവിളി ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാമോ?
അങ്ങനെ മുട്ടുമടക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രൂശിലൂടെ കർത്താവ് നേടിത്തന്ന നിത്യജീവൻ, രോഗസൗഖ്യം, ശാപം മാറി അനുഗ്രഹകരമായ ജീവിതം തുടങ്ങി എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറുവാൻ ഇടയായിത്തീരും. അപ്രകാരമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ.